തിരുവനന്തപുരം കാട്ടാക്കടയിൽ ആക്രി പെറുക്കാനെത്തിയവർ മയക്കുമരുന്ന് കലർന്ന പൊടി വിതരണം ചെയ്തതായി പരാതി. വാർഡ് മെമ്പർ കിരൺദാസ് കാട്ടാക്കട പോലീസിൽ പരാതി നൽകി. ആക്രി പെറുക്കാനെത്തിയവർ കുട്ടികൾക്ക് കളിപ്പാട്ടത്തോടൊപ്പം കറുത്ത കവറിലായി പൊടിയും നൽകുകയായിരുന്നു. കൊച്ചിന്റെ രക്ഷിതാവ് വിളിക്കുകയും ഞാൻ ആ വീട്ടിൽ പോവുകയും ചെയ്തു. പോയപ്പം നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു പതാകയുടെ ചിഹ്നം വച്ചിട്ട് നമ്മൾ ഒരു ബോക്സ് ആ വീട്ടിൽ ആക്രി ഇറക്കാൻ വരുന്നവരാണ് കൊടുത്തിരിക്കുന്നത്. തൃശൂർ കയ്പമംഗലം മണ്ഡലത്തിലെ പെരുന്തോട് വലിയ തോട് ശുചീകരണം വീണ്ടും ആരംഭിച്ചു. യന്ത്രസാമഗ്രികൾ ഉപയോഗിച്ചാണ് ഇത്തവണത്തെ ശുചീകരണം. ശുചീകരണ പ്രവർത്തികൾ നടന്ന മേഖലകൾ ഇ.ടി. ടൈസൺ എം.എൽ.എ. സന്ദർശിച്ചു. തൃശൂർ കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇരുമ്പ് കമ്പികളും സ്കൂളിലെ നിർമ്മാണ പ്രവർത്തികൾക്കായി സൂക്ഷിച്ച വയറുകളും മോഷ്ടിച്ചു. സ്കൂളിലെ CCTV ക്യാമറയിൽ മോഷ്ടാവിന്റെ ചിത്രങ്ങൾ പതിഞ്ഞു. വിവിധ ദിവസങ്ങളിലായി രാവിലെയും വൈകിട്ടുമായാണ് മോഷ്ടാവ് മോഷണം നടത്തിയിട്ടുള്ളത്. സ്കൂൾ അധികൃതരുടെ പരാതിയിൽ കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ പെരുവല്ലൂർ കമ്മ്യൂണിറ്റി ഹാളിൽ ദുരിതബാധിതർക്കായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത്, മുല്ലശ്ശേരി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ എന്നിവ സംയുക്തമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ജയരാജൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. തകർന്നു കിടക്കുന്ന തൃശൂർ കരുവാക്കുളം റോഡ് ഉടൻ സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തം. റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് BJP പെരിങ്ങോട്ടുകര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുവാക്കുളം സെന്ററിൽ പ്രതിഷേധ ധർണ നടത്തി. BJP നാട്ടിക മണ്ഡലം പ്രസിഡന്റ് EP ഹരീഷ് ധർണ ഉദ്ഘാടനം ചെയ്തു.